ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പൊട്ടാറ്റോ ഫ്രൈ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഈ പൊട്ടാറ്റോ ഫ്രൈ മസാല എന്ന് പറയുന്നത്. ഈ പൊട്ടാറ്റോ ഫ്രൈ മസാല തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒന്നാണല്ലോ ഈ പൊട്ടാറ്റോ. ഞാനിവിടെ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ നീക്കിയതിന് ശേഷം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പൊട്ടാറ്റോ എല്ലാം ഞാൻ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊട്ടാറ്റോ അരിഞ്ഞതിന് ശേഷം പുറമേ വെച്ച് കഴിഞ്ഞിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് കളർ ചേഞ്ച് ചെയ്തു പോകും. കാരണം അത് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ കഴുകി ഇതുപോലെ വാർത്ത് വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പൂക്കി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് കുഴച്ച് വെക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ മസാല തയ്യാറാക്കുന്നത്. ഇവിടെ പൊട്ടാറ്റോ ഞാനിവിടെ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ചൂടായ ശേഷം പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മസാല തയ്യാറാക്കേണ്ടതാണ്. ഇപ്പോൾ പൊട്ടാറ്റോ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിവിടെ മസാല തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 20 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 20 ചെറിയ ഉള്ളി ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതും ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഞാനൊരു കഷ്ണം, ഒരു തക്കാളിയുടെ 1/4 ഭാഗം തക്കാളി ഞാനിവിടെ മുറിച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് മൊരിഞ്ഞിട്ട് വരുന്നതിന് വേണ്ടി ഞാനിവിടെ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്, അത് പെട്ടെന്ന് തന്നെ തയ്യാറാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ മസാലപ്പൊടികളെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചതായത് കൊണ്ട് തന്നെ ഇനി നന്നായിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഉള്ളിയുടെ ഫ്രൈയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയും അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പൊട്ടാറ്റോ എന്ന് പറയുന്നത് നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പൊട്ടാറ്റോയിൽ. അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ കഴിക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. ഞാനിവിടെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പൊട്ടാറ്റോയിൽ ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ തന്നെ സ്റ്റാർച്ചും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഈ പൊട്ടാറ്റോ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പൊട്ടാറ്റോ മാക്സിമം പുഴുങ്ങിയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തും കറി വെച്ചൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ ഓയിലിൽ ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലെയൊന്നും പൊട്ടാറ്റോ തയ്യാറാക്കിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്